السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى خصوصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه أجمعين. എത്രയും ബഹുമാനമുള്ള ഈ ഉദയമംഗലം ജമാഅത്തിൻ്റെ കുടുംബ സംഗമ സമാപന യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ സാഹിബ്, മഹത്തായ യോഗം ഔപചാരികമായി ഹ്രസ്വമെങ്കിലും വളരെ സാരസമ്പൂർണമായ ഒരു പ്രഭാഷണത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ച മലയാള മാധ്യമലോകത്തിൻ്റെ കുലപതി എന്ന് തന്നെ അഭിമാനത്തോടെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ നാടിൻ്റെ അഭിമാന സന്തതി ആദരണീയനായ ജനാബ് ഒ അബ്ദുറഹ്മാൻ സാഹിബ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ വിവിധ മത സ്ഥാപനങ്ങളുടെ നമ്മുടെ പരിസര മേഖലകളിലെ ബഹുവന്യരായ പണ്ഡിതന്മാർ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പേര് പരാമർശിക്കേണ്ടവരാണെങ്കിലും സമയപരിമിതിയാൽ ഞാനതിന് മുതിരുന്നില്ല. ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിതരെ, വിവിധ മത സംഘടനാ പ്രതിനിധികളെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ചേന്ദമംഗലൂർ നിവാസികളെ, വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് എനിക്കിന്ന് ഉദയമംഗലം ജമാഅത്തിൻ്റെ, ഞാൻ ഉദയമംഗലം എന്ന് ശ്രദ്ധിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ ഇതിനെ ചേന്ദമംഗലൂർ എന്നാണ് മനസ്സിലാക്കിയത്, എന്നോട് ആ നിലയിലാണ് പരിചയപ്പെടുത്തിയത്. ഈ ജമാഅത്തിൻ്റെ ഒരു കുടുംബ സംഗമത്തിൽ, അതും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കുടുംബ സംഗമത്തിൻ്റെ സമാപന സംഗമത്തിലേക്ക് ഇനിയുള്ളവൻ ക്ഷണിക്കപ്പെട്ടതും നിങ്ങൾ ഈ നാടിൻ്റെ എല്ലാ വിഭാഗം പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ അവസരം ലഭിച്ചതും ഒരു വലിയ സന്തോഷമായി, സൗഭാഗ്യമായി വിനീതൻ കാണുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുകയും നമുക്കെല്ലാവർക്കും നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ പരമോന്നത സ്വർഗത്തിൽ നാളെ പടച്ച തമ്പുരാനിൻ്റെ ലിഖാഇൻ്റെ പരമാനന്ദം ആസ്വദിച്ചുകൊണ്ട് സ്വർഗരാജ്യത്ത് ഒരുമിക്കുന്നതിന് ഇത്തരം സംഗമങ്ങളെ അള്ളാഹു നിമിത്തമാക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ എത്തിച്ചേരുമ്പോൾ എനിക്കുള്ള പ്രധാനപ്പെട്ട സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചേന്ദമംഗലൂർ എന്ന ഈ ദേശത്തെ അകലെ നിന്ന് കേട്ടിട്ട് മാത്രം പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ചേന്ദമംഗലൂർ ഓർമ്മകൾ, വ്യക്തിപരമായ ഓർമ്മകൾ എന്ന നിലയിൽ നിങ്ങളോട് അല്പം പങ്കുവെച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നതാണ് ഭംഗി എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ചേന്ദമംഗലൂർ എന്ന നാമം കേട്ട് പഴകിയത് അല്ലെങ്കിൽ പരിചയിച്ചത് നമ്മുടെ ബഹുമാന്യരായ ചില പണ്ഡിതന്മാരിലൂടെയാണ്. ഇസ്ലാമിക സംഘടനയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതസ്ഥാനീയരായ ചില പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ നിങ്ങൾക്ക് സുപരിചിതരാണെന്ന പോലെ മലയാളത്തിനും കൈരളിക്കും സുപരിചിതരാണ്. അവരിൽ ഒരാൾ ബഹുമാന്യനായ KC അബ്ദുള്ള മൗലവി അവറുകളാണ്. മലയാള ഇസ്ലാമിക വൈജ്ഞാനിക സാഹിത്യ ശാഖയ്ക്ക് വിസ്മരിക്കാനാവാത്ത ഒരു നാമധേയമാണ് KC അബ്ദുള്ള മൗലവിയുടേത് എന്നത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് പൂർണ്ണമായും എല്ലാവരും നമുക്കറിയാമല്ലോ, നമ്മുടെ സമുദായത്തിനുള്ളിൽ വ്യത്യസ്തമായ ആശയധാരകളാണ്. ആ ആശയധാരകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പലപ്പോഴും പല സംഘടനകളായി രൂപം കൊണ്ടിട്ടുള്ളത്. ആ സംഘടനകൾ ആരോഗ്യകരമായി പ്രവർത്തിക്കുവോളം കാലം സമുദായത്തിന് മുതൽക്കൂട്ടുമാണെന്ന കാര്യത്തിലും സംശയമേതുമില്ല. ബഹുമാന്യനായ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് അല്പം മുമ്പ് അദ്ദേഹം സംഘടനാപരമായി ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗമല്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ വിനീതൻ ഇപ്പോൾ പ്രതിനിധാനം ചെയ്ത് കൊണ്ടിരിക്കുന്ന ജംഇയ്യത്തുൽ ഉലമ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന രാജ്യവ്യാപകമായി ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാംസ്കാരികമായ, സ്ഥാപനപരമായ, വൈജ്ഞാനികമായ നിലനിൽപ്പിന് വേണ്ടി ചെയ്തു വരുന്ന സേവനത്തെ
കലവറയില്ലാതെ പ്രശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം ഈ നാടിൻ്റെ വലിയ ഒരു വ്യക്തിത്വമാണ്. മലയാളം നോക്കുന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് കൂസലില്ലാതെ ആ ഒരു സംഘടനയുടെ ഉജ്ജ്വലമായ പ്രവർത്തനത്തെ പറയാൻ കഴിയുന്ന ഒരു മാനസിക വിശാലതയുണ്ട്. അത് ഇസ്ലാമിക വിശാലതയുടെ ഭാഗമായി ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഇത്തരം സംഘടനകളൊക്കെ നമ്മുടെ സമുദായത്തിന് ഉള്ളിലുണ്ട്. അതെല്ലാം വ്യത്യസ്തമായ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിലല്ലെങ്കിൽ പോലും ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന, ഏകനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യപ്രവാചകനായി കാണുന്ന, വിശുദ്ധമായ ഖുർആനെ വേദഗ്രന്ഥമായി കാണുന്ന, വിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ഒരു ജനത എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് ഐക്യപ്പെടാനാവുന്നത്ര ഐക്യപ്പെടാൻ കഴിയുന്ന ഏകീകരണത്തിൻ്റെ കരുക്കൾ വേറൊരു സമൂഹത്തിനും സമുദായത്തിനും കാണുകയില്ലെന്ന കാര്യത്തിൽ തർക്കമില്ല. മൻ സല്ലാ സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലി വഹിസാബുഹും അലല്ലാഹ് ഔ കമാ ഖാല റസൂലുള്ളാഹിൽ മുസ്തഫൽ കരീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ സല്ലാ സ്വലാത്തന, ആർ നമ്മുടേതുപോലെ നമസ്കരിച്ചുവോ, വസ്തഖബല ഖിബ്ലതന, നമ്മുടെ ഖിബിലയെ തിരിഞ്ഞ് നമസ്കരിച്ചുവോ, പരിശുദ്ധമായ മക്കയിലെ ഹറം ഷരീഫിലെ പരിശുദ്ധ കഅബാലയത്തെ തിരിഞ്ഞാര് നമസ്കരിച്ചുവോ, വഅകല ദബീഹന, നമ്മുടേതുപോലെ നാം അറുത്തത് ആർ ഭക്ഷിക്കുന്നുവോ, ഫദാലിക്കൽ മുസ്ലിം, ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ മുസ്ലിം ഉമ്മത്ത് ആര് എന്ന് പറയുകയും അവിടെ അവർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന പാരസ്പര്യത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും സാധ്യതകളിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുകയും ചെയ്ത ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടേതുപോലെ നമസ്കരിച്ചാൽ, നമ്മുടെ ഖിബലയെ തിരിഞ്ഞ് നിന്നാൽ, അതുപോലെ നമ്മുടേതുപോലെ അറുത്ത മാംസം ഭക്ഷിക്കുന്നവനായാൽ, ബാക്കി എന്തെല്ലാം പറയാനുണ്ട്. പക്ഷേ എല്ലാത്തിലേക്കും നിങ്ങൾ നോക്കണ്ട. അങ്ങനെയൊക്കെ ആയാൽ വദാലിക്കൽ മുസ്ലിം, അവനൊരു മുസ്ലിമാണെന്ന് നിങ്ങൾ പരിഗണിച്ചു കൊള്ളണം. അവനൊരു മുസ്ലിമാണെന്ന് നിങ്ങൾ പരിഗണിക്കണം. അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലി, അവന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഉത്തരവാദിത്വമുള്ള മുസ്ലിമാണ്. അവൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അവൻ്റെ അഭിമാനത്തിൻ്റെ പരിരക്ഷയിൽ അള്ളാഹുവിനും റസൂലിനും ഉത്തരവാദിത്വമുണ്ട്. ദാലിക്കൽ മുസ്ലിമു അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലി. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കിടയിൽ നിലനിൽക്കുന്ന ഉടനെ ഉയർന്നു വരാനിടയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയുക. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ സമ്പൂർണ്ണ തൃപ്തിയിലായിരിക്കുമെന്നൊന്നും കരുതണ്ട. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ ശരി തെറ്റുകൾ വിചാരണ ചെയ്ത് അതിൻ്റെ രക്ഷയ്ക്ക്, ഇതിൻ്റെ നന്മയ്ക്ക് രക്ഷയും അല്ലാത്തതിന് ശിക്ഷയും നൽകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ അള്ളാഹുവിന് വിടുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഹിസാബുഹും അലല്ലാഹ് കൂടിയുണ്ട് പറകെ. അത് വളരെ പ്രധാനമാണ്. ഹിസാബ് ഇല്ല എന്നല്ല, അവരെങ്ങനെ ജീവിച്ചു എന്നത് വിചാരണ ചെയ്യാൻ, അവരെ കൈകാര്യം ചെയ്യാൻ അത് അള്ളാഹുവിന് അറിയാമെന്ന് വളരെ കൃത്യമായി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിലെ സംഘടനകളുടെ സമീപനം ഇതായിരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വിനീതനാണ് ഈ ഉള്ളവൻ. ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ബഹുമാന്യരായ വിവിധങ്ങളായ സംഘടനകളുടെ, പണ്ഡിത പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പ്രതിനിധികൾ ഈ വിശാലമായ കാഴ്ചപ്പാടിന് അനുരോധമായി ചിന്തിക്കുന്നവരാണ് എന്ന് ഞാൻ സന്തോഷത്തോടു കൂടി ഈ സദസ്സിൽ വെച്ച് വിചാരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിചാരം, അങ്ങനെ ഒരു ബോധധാര തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് എത്രമേൽ പ്രധാനമാണ് എന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എവിടെ ഭിന്നിക്കാനും വിയോജിക്കാനും തമ്മിലടിക്കാനും സാധ്യതകളുണ്ട്, പഴുതുണ്ട് എന്നന്വേഷിക്കുന്നതിലല്ല കാര്യം. ഇവിടെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുന്ന പൊതു താല്പര്യങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ എവിടെയുണ്ട് എന്ന് നോക്കി അതിൻ്റെ പേരിൽ യോജിച്ച് നിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ബാക്കിയുള്ള വിചാരണയുടെ കാര്യം പടച്ചവന് വിടുക എന്ന് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രധാനമാണ്. ഞാൻ ഈ സംഗമത്തിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങളോട് വിസ്തരിച്ച് എന്തെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പ്രഭാഷണം നടത്താനൊന്നും ഈ സന്ദർഭം കൂടുതൽ ഉപയോഗിക്കുന്നില്ല. എനിക്ക് മടങ്ങേണ്ടതുമുണ്ട്. ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചും പലതും പറയുന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്പസ്വല്പം പറയാമെന്ന് ആഗ്രഹിക്കുന്നു, ഒരുപാട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ നാടിനെ ഞാൻ കാണുന്ന ഒരു നന്മ, എനിക്ക് ഈ നാട് സമ്മാനിച്ച ചില നന്മകളുണ്ട്, അതും പറയാതിരിക്കാൻ തരമില്ലല്ലോ. ബഹുമാന്യനായ KC അബ്ദുള്ള മൗലവിയുടെ വളരെ പ്രമുഖമായ ഗ്രന്ഥങ്ങൾ ഇന്നും എൻ്റെ അലമാരയിലെ
എൻ്റെ ഷെൽഫിനെ അലങ്കരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. പരലോകം ഖുർആനിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട അതിബൃഹത്തായ, വളരെ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ നിലവെച്ച് തുലനം ചെയ്താൽ പോലും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രീയ വിജ്ഞാനങ്ങളെ അതിശക്തമായ വളരെ സമൃദ്ധമായ നിലയിൽ അതിനകത്ത് ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയാത്തുകളെ, ഇന്നത്തെ കമ്പ്യൂട്ടർ സാധ്യതകളൊന്നുമില്ല, അന്ന് അടിച്ചു കഴിഞ്ഞാൽ ആയാത്തുകൾ ഒഴുകിയിറങ്ങി വരുന്ന തരത്തിലുള്ള സാധ്യതകളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അതിനനുയോജ്യമായ ഉപോത്ബലകമായ നിലയിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയാത്തുകൾ പരസ്പരം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ഈടുറ്റ ബൃഹത്ത ഗ്രന്ഥങ്ങൾ പലപ്പോഴും ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ ഈ വിനീതൻ്റെ റഫറൻസാണ്. അള്ളാഹു ഖുർആനിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും അത്തരത്തിലുള്ളതാണ്. അത്തരത്തിൽ മലയാള ഇസ്ലാമിക ലോകത്തിന്, ഇസ്ലാമിക വിജ്ഞാന ലോകത്തിന് എന്നും മുതൽ കാട്ടക്കൂട്ടായി നിൽക്കുന്ന വളരെ വിലമതിക്കാനാവാത്ത ഗ്രന്ഥങ്ങൾ ഒരു പക്ഷേ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന, പക്ഷേ അദ്ദേഹം അതായിരിക്കുമ്പോഴും അദ്ദേഹം പരമ്പരാഗതമായ നിലയിൽ പഠിച്ച്, എനിക്ക് തോന്നുന്നു ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ബിരുദം നേടിയ ബാഖവി പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെയുള്ളൊരു പണ്ഡിതനാണ്. വളരെ ഈടുറ്റ, നമ്മുടെ കെ മൊയ്തു മൗലവി പറയുമായിരുന്നു, ആധുനിക വിദ്യാഭ്യാസവൽക്കരണത്തിൻ്റെ പുതിയ ശൈലികളൊക്കെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം, അബ്ദുറഹ്മാൻ സാഹിബ് എഴുതിയിരുന്നത് അതാണ്, അബ്ദുൽ സാഹിബാണ് എഴുതിയിരുന്നത്, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് എനിക്ക് ആ പരമ്പരാഗത ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ ശൈലിയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത്രേ. അതായത് പുതിയ വിദ്യാഭ്യാസം നമുക്ക് ഗുണമൊന്നും ചെയ്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കാലോചിതമായി വിദ്യാഭ്യാസം പരിഷ്കരിക്കപ്പെട്ടതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു സമുദായമാണ് നമ്മൾ. അപ്പോൾ ആ വലിയ പണ്ഡിതൻ ആശയവ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാള വിജ്ഞാന ഭൂമികയ്ക്ക്, ഇസ്ലാമിക കൈരളിക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ ഈ നാടിൻ്റെ കൂടി സംഭാവനയായി നമ്മൾ തിരിച്ചറിയുമ്പോൾ, എന്നെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കെ സി മുഹമ്മദ് അലി സാഹിബ് അല്ലേ, മുഹമ്മദ് അലി സാഹിബ് എന്നോട് കെ സിയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയ. അത് കേട്ടപ്പോഴാണ് എനിക്ക് തീർച്ചയായും ഇവിടെ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം ഒന്നാമതായി എൻ്റെ മനസ്സിൽ ജനിച്ചത്. കെ സിയുടെ മകൻ എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ആദരവ് എൻ്റെ മനസ്സിൽ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ, അനുജനെയൊക്കെ ജ്യേഷ്ഠ സഹോദരന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ആ നിലയിൽ മലയാള ഇസ്ലാമിക ഭൂമികയ്ക്ക് ആശയവ്യത്യാസങ്ങൾക്ക് അതീതമായി, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇസ്ലാമിക സമൂഹത്തിന് മുഴുവനും അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അടിയുറച്ച വിശ്വാസവും തീർപ്പുമുണ്ടാകാൻ സഹായകമായ വളരെ അർത്ഥഗംഭീരമായ ചില ഗ്രന്ഥങ്ങളെ ഈ ഇസ്ലാമിക കൈരളിക്ക് സമ്മാനിച്ച ഒരു മഹാനായ, ബഹുമാന്യനായ ഒരു പണ്ഡിതൻ്റെ നാടാണ് ഈ നാട് എന്നത് തീർച്ചയായും അതിൻ്റെ മഹിമ ഈ നാട്ടിൽ ഇന്നും ജീവിക്കുന്നു, നിലനിൽക്കുന്നു എന്നതിൻ്റെ സാക്ഷിപത്രം കൂടിയാണ് ഈ സദസ്സും ഈ സംഗമങ്ങളും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിലനിൽക്കേണ്ട നന്മയാണ്. പല നാടുകളും ഇത്തരം നന്മകളെ അനുകരിക്കേണ്ടതുണ്ട്. ഇവിടെ വിവിധങ്ങളായ വ്യത്യസ്ത സംഘടനകളുടെ, വിവിധങ്ങളായ മഹല്ലുകളുടെ പ്രതിനിധികൾ ഈ സംഗമത്തിൽ വന്ന് ചേർന്നുകൊണ്ട് ഈ മഹല്ലിൻ്റെ, അവരുടെ വലിയ മഹല്ല്, അടക്കുപള്ളി ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടോ? അടക്കുപള്ളി വേറെ ഉണ്ടോ? ഇതേ ഉള്ളൂ. അവരുടെ ഈ കേന്ദ്ര മഹല്ലിൻ്റെ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് സംഘടനാ വിഭാഗീയതകളുടെ പേരിലുള്ള തമ്മിത്തല്ലൊക്കെ നമ്മുടെ ഇടയിൽ ആവശ്യത്തിലധികമുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്ന് ഒരുമിച്ച് സംഗമിക്കുമ്പോൾ ഇന്നത്തെ ഇവിടെ എൻ്റെ മുമ്പിൽ വെച്ച വിഷയങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടത് ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം ജീവിതം എന്ന ഒരു വിഷയവും കൂടിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം ജീവിതത്തിൻ്റെ ഒരു ചെറു മാതൃക ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബഹുസ്വര സമൂഹത്തിന് കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന, എന്നും തമ്മിലടിച്ച് തലതല്ലിക്കീറുന്ന, പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി അങ്ങുമിങ്ങും എപ്പോഴും വാക്കേറ്റവും കയ്യേറ്റവും നടത്തുന്ന, ഒരിക്കലും ഒന്നിൻ്റെ പേരും യോജിക്കാൻ കഴിയുകയില്ലാത്ത ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹമെന്നുള്ള നാം ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിലെ തെറ്റായ ധാരണകളെ തിരുത്തുക എന്നതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു സംഭാവന ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുജീവിതത്തിന്, ദേശീയ ജീവിതത്തിന്, ഇസ്ലാമിക സമൂഹത്തിന് നൽകാൻ എന്ന് കഴിയുമോ അന്ന് തീർച്ചയായും ഇന്നത്തെ ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹം എങ്ങനെയാകണമെന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരമായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് സൂചിപ്പിച്ചത്? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായി, ഇന്നത്തെ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനയുള്ളൊരു ദിനമാണ്. ഈ 22 എന്ന്
പ്രഖ്യാപനം ചെയ്യപ്പെട്ട ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് നമുക്ക് കടുത്ത വേദനയുള്ള ദിവസമാണ്. ഇന്ന് സത്യത്തിൽ ഒരു ദുഃഖ ദിനമായി പ്രഖ്യാപിച്ചാചരിക്കാൻ പോലും പര്യാപ്തമായ ഒരു ദിനമാണ്. പക്ഷെ അതിനൊന്നും നാം മുതിർന്നില്ല എന്നത് തീർച്ചയായും ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്രമാത്രം സംയമനം അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു സമുദായത്തിൻ്റെ മനസ്സിൽ കുത്തിയിറക്കിയ കഠാരയിലൂടെ ചീന്തിയ രക്തത്തെ അതിൻ്റെ ആ തളം കെട്ടി നിൽക്കുന്ന രക്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രം പൊളിച്ചടുക്കപ്പെട്ട ഒരു പള്ളിയുടെ ആസ്ഥാനത്ത് പണിതുയർത്തിയ ഒരു അമ്പലം, ആ അമ്പലത്തെ വാസ്തവത്തിൽ ഭക്തന്മാരാരും സ്വീകരിക്കുകയില്ല എന്ന് ഇവിടെ പറഞ്ഞത് ഇന്നത്തെ പത്രത്തിൽ നാം വായിച്ചതാണ്. മുസ്ലിമീങ്ങളൊന്നുമല്ല, മലയാള ചിന്തയെ ചൂടുപിടിപ്പിച്ച, മലയാളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ പ്രിയങ്കരരായ സച്ചിദാനന്ദനെ പോലുള്ള സച്ചിദാനന്ദൻ. സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ നാമം നിസ്തുലമാണ്. സച്ചിദാനന്ദൻ പറഞ്ഞു, ഈ ക്ഷേത്രം എൻ്റെ രാമൻ്റെ ക്ഷേത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകുന്ന മാധ്യമം പത്രത്തിൻ്റെ ആ എഡിറ്റോറിയൽ പേജിൽ തന്നെയുണ്ട്. ഇത് മുസ്ലിമിൻ്റെ മാത്രമല്ല, ഭക്തനായ നല്ലവനായ നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായി പരസ്പരം സൗഹൃദത്വത്തോടുകൂടി മാനവിക മൈത്രിയുടെ ലോകോത്തര മാതൃകയായി കൈകോർത്ത് ജീവിക്കുന്ന ക്ഷേത്രവും അമ്പലവും ചർച്ചുമെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരു ക്ഷേത്രത്തിൻ്റെ മതിലിന് നേരെ ഒരു ചെളിവാരി എറിയാൻ പോലും ഒരു മുസ്ലിം തൻ്റെ ഇടം കാണിക്കാത്ത, അതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെ പള്ളിക്ക് നേരെ ഒരു കയ്യേറ്റത്തിനൊരു ഹിന്ദു മുതിരാത്ത, ഒരു ചർച്ചിന് നേരെ ഒരപസ്വരം പോലും ഉയർത്താൻ ഇവിടുത്തെ ഹിന്ദുവോ മുസ്ലിമോ തയ്യാറാകാത്ത, പരസ്പരം എന്നാൽ അടുപ്പ് കൂട്ടിയതുപോലെ ഈ മൂന്ന് ആരാധനാലയങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന കൈരളി മലയാളം. ഞാൻ അത്തരം പല പള്ളികളിലും സേവനം ചെയ്തയാളാണ്. ഞാൻ ജോലി ചെയ്ത ഏതാണ്ട് പല സ്ഥലങ്ങളിലും ക്ഷേത്രവും ചർച്ചും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും ഇങ്ങനെ അടുപ്പ് കൂട്ടിയതുപോലെ നിൽക്കുക. ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു ഞാൻ 5-8 വർഷം. അവിടെ കാവിൽ ക്ഷേത്രവും അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ ചർച്ചും അതുപോലെ തന്നെ ഞാൻ സേവനം ചെയ്ത പഴയ പള്ളിയും, ആ പള്ളി പഴയ പള്ളിയാണത്. അത് അവിടുത്തെ തെക്കൻകൂർ രാജാക്കന്മാർ ഈ 3 സമുദായങ്ങൾക്കും 1/2 ഏക്കർ വീതം കരം തീരുവ ഒഴിവാക്കി കൊടുത്തതാണ്. വളരെ മഹിതമായ സൗഹൃദത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ വിരചിച്ച ആ മഹനീയരായ നാട്ടരജന്മാർ നമ്മുടെ രാജ്യത്ത് കാട്ടിത്തന്ന അധികാരം എങ്ങനെയാണ് സ്വന്തം ജനതയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതെന്നതിൻ്റെ ഉദാത്ത മാതൃകകൾ തീർത്ത അതിമനോഹരമായ മലയാള മണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്തിന് കാട്ടിക്കൊടുക്കേണ്ടുന്ന ബഹുസ്വര സമൂഹത്തിലെ ചില മാതൃകകൾ പിൽക്കാലത്ത് നാം നഷ്ടപ്പെടുത്തിയോ എന്ന് നാം തന്നെയാണ് ആലോചിക്കേണ്ടത്. മുസ്ലിമീങ്ങൾക്കായിരുന്നു അന്നത്തെ രാജാക്കന്മാർ പള്ളി കൊടുത്തത്. മുസ്ലിങ്ങൾക്കൊരു പള്ളി കൊടുത്താൽ അത് മുഴുവൻ മുസ്ലിങ്ങളുടെയും പള്ളിയായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അത് അവകാശപ്പെട്ടതായിരുന്നു എന്ന ഒരു സ്ഥിതി ഇവിടെ നിലനിന്നപ്പോൾ രാജാക്കന്മാർ ഈ സമുദായത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നു എന്നതൊരു പരമാർത്ഥമാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 22-ാം തീയതി രാമക്ഷേത്രം എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട, സത്യത്തിൽ തല്ലിപ്പൊളി അമ്പലമെന്നല്ലേ സത്യത്തിൽ അതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, പിടിച്ചുപറി അമ്പലമെന്നല്ലേ സത്യത്തിൽ അതിനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയേ പറയാൻ പറ്റൂ എന്ന് അറിവുള്ളവർ പറയുമ്പോൾ, പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ പറയുമ്പോൾ, അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകൃത്തായ ടി പത്മനാഭൻ പറയുമ്പോൾ, ടി പത്മനാഭനെ ആർക്കാണ് മാറ്റിവെക്കാനാവുക? അദ്ദേഹം പറഞ്ഞത് വേദനാജനകമാണ് എന്ന് വളരെ കൃത്യമായ നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒരു ഗാന്ധി ഭക്തനെ കാണുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിയിൽ മാത്രമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആകെ കണ്ട ഒരേ ഒരു സിനിമ, ഏതോ അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ പേര് പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, ആ സംവിധായകൻ നിർമ്മിച്ച രാമരാജ്യം എന്ന ഒരേ ഒരു സിനിമ മാത്രം കണ്ടിട്ടുള്ള ഗാന്ധിജി മരിച്ചു വീഴുമ്പോൾ മതഭ്രാന്തന്മാരുടെ, ഇന്നത്തെ രാമഭക്തന്മാരുടെ പൂർവികന്മാരുടെ വെടിയുണ്ടയേറ്റ്. അതാണ് സത്യം. ഇന്നത്തെ രാമഭക്തന്മാരാണെന്ന് അവകാശപ്പെടുന്നവരുടെ പൂർവികന്മാരുടെ വെടിയുണ്ട തിരുനെഞ്ചിലേറ്റ് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് അവിടെ വെടി ഇട്ട് വീഴുമ്പോൾ, പിടഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്നടർന്നു വീണത് ഹേ റാം എന്ന രാമഭക്തി, രാമമന്ത്രങ്ങളായിരുന്നുവെങ്കിൽ അത്രമേൽ രാമനെ അവസാന ശ്വാസത്തിലും മണിക്കൂറുകളിലും നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു രാമനുണ്ട്, ഒരു രാമഭക്തനുണ്ട് ഇവിടെ. ആ രാമഭക്തൻ
നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാണ്. ആ രാഷ്ട്രപിതാവിൻ്റെ തിരുനെഞ്ചത്ത് നിറയൊഴിച്ച ആളുകളെ ഒന്നു കൊന്നതും പോരാഞ്ഞ് വീണ്ടും ആ വ്യക്തിയുടെ, ആ മഹാനുഭാവൻ്റെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് ആ പ്രതിമയുടെ നേരെ പ്രതീകാത്മകമായി വെടിവെച്ച് ആസ്വദിക്കുന്ന ആളുകൾക്ക് അംഗീകാരം നൽകുന്നവർ നമ്മുടെ രാജ്യം വാഴുകയാണ്. അപകടകരമായ പ്രവണതയിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇസ്ലാമിക സമൂഹം ബഹുസ്വരതയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ ചില സൂചനകൾ നൽകിയതുപോലെ നമുക്ക് എപ്പോഴും ചില ഉദാത്തമായ മാതൃകകൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബാധ്യതയുണ്ട്. എന്താണത്? നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രകോപനങ്ങളിൽ പ്രകോപിതരാകാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രകോപനങ്ങളെ അതേ പ്രകോപനങ്ങൾ കൊണ്ട് നേരിടുക എന്നത് ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഇതര സമൂഹങ്ങളോട് മാത്രമുള്ള ഒരു നയമായി നാം എടുക്കരുത്. സ്വന്തം സമുദായത്തിനുള്ളിലും അങ്ങനെ തന്നെയാണ്. സമുദായത്തിൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളോടും നാം പ്രകോപനത്തോടു കൂടി ആവരുത് പ്രതികരിക്കേണ്ടത്. മറ്റുള്ളവരോട് പുറത്തുള്ളവരോട് പ്രകോപനമില്ലാതെ പ്രതികരിക്കണം എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ പറയുമ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉത്തമമായ മുഖഛായ കാണാൻ കൊതിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ വളരെ വികൃതമായ ഒരു മുഖം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ച് ആർക്കും സ്നേഹമോ സന്തോഷമോ നമ്മുടെ വികാരങ്ങളോട് അവർക്ക് എന്തെങ്കിലും മതിപ്പോ ഉണ്ടാവുക സാധ്യമല്ല. അതുകൊണ്ട് നാം തന്നെ നമ്മുടേതായ നയനിലപാടുകളിൽ ചില മാറ്റങ്ങൾ, തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. പരിശുദ്ധ ഖുർആനിൽ നാം എപ്പോഴും ഓതുന്നതാണ്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല. നന്മയെ നേരിടേണ്ടത്, തിന്മയെ പ്രതിരോധിക്കേണ്ടത്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. നന്മയും തിന്മയും ഒരിക്കലും തുല്യമല്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നന്മയുടെ സമൂഹത്തിലെ സ്വാധീനവും തിന്മയുടെ സ്വാധീനവും ഒരു കാലത്തും തുല്യമാവില്ല. ഇസ്ലാമിക സമൂഹം ബഹുസ്വര സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ശ്രദ്ധിക്കണം. മഹാനായ പ്രവാചക കാലം മുതലേ നമുക്കതിന് മാതൃകയുണ്ട്. വളരെ ക്രൂരമായി തന്നെയും തൻ്റെ അനുയായികളെയും ഭേദ്യം ചെയ്ത, നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച ശത്രുക്കളോട് പോലും അധികാരത്തിൻ്റെ ചെങ്കോൽ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ 10,000 പഞ്ചപുച്ഛമടക്കി കൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്, അധരചലനങ്ങൾക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ആവോളം ആക്രമിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരെ വകവരുത്തി കൊല ചെയ്ത് അവരുടെ ചോര ചിന്തി തീയിലിട്ട് അഗ്നിയിൽ അവരെ ഹോമിച്ചെടുത്ത് അവസാനം തന്നെ 13 കൊല്ലത്തിന് ശേഷവും നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച് 500 കിലോമീറ്ററുകൾക്ക് അക്കപ്പുറത്ത് പോയി അഭയം തേടിയപ്പോൾ അഭയം തേടിയെടുത്തും പൊറുക്കാൻ അനുവദിക്കാതെ അവിടെയും പോയി പടയെടുത്തു പോയി യുദ്ധം ചെയ്ത, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ യുദ്ധക്കൊതിയനാണെന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ലോജിക്കിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. 13 കൊല്ലം തൻ്റെ നാട്ടിൽ നിന്ന് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളുടെ നാഥൻ ഏകനാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ബനി ആദമ വ ആദമു മിൻ തുറാബ് എന്ന് പറഞ്ഞു പോയ ഒറ്റ കാരണത്താൽ, മനുഷ്യരെ, നിങ്ങളുടെ നാഥൻ രക്ഷിതാവ് ഒരാളാണ്, ഒരുവനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ അച്ഛനും ഒന്നാണ്. നിങ്ങളെ മനുഷ്യരെ, നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ്. കുല്ലുക്കും മിൻ ബനി ആദം, നിങ്ങളെല്ലാം ആദമിൽ നിന്നും. വ ആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൻ്റെ മകനുമാണ് എന്ന് പറഞ്ഞു പോയ ഒറ്റ കാരണം കൊണ്ട് തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക എന്ന്
സുകുമാർ കക്കാട് എന്ന് പറയുന്ന ഹൈന്ദവ ദാർശനിക കവി പ്രവാചകനെ കുറിച്ച് പറയാനിടയാക്കിയത് നിങ്ങളുടെ ദൈവം ഒന്നാണ്, നിങ്ങളുടെ അച്ഛൻ ഒന്നാണെന്ന് പറഞ്ഞ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാനവികതയെ ഒന്നിപ്പിക്കാൻ ആ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. ഇത് പറഞ്ഞു എന്ന പാപമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് നബിയെ 13 കൊല്ലം കഴിഞ്ഞിട്ടും ആ നാടാകെ മുഖത്തു നോക്കി അഭിമാനത്തോടെ അല്ലമീനെന്ന് വിളിച്ച ഒരു ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ടും പോയി അഭയം തേടിയിടത്തും ജീവിക്കാൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് പലരും പറയും യുദ്ധക്കൊതിയനാണെന്ന്. നിങ്ങൾക്കറിയുമോ ബദർ എവിടെയാണ്? മക്കയ്ക്കടുത്താണോ? മദീനയിൽ നിന്ന് ചില കിലോമീറ്ററുകൾക്ക് 100 കിലോമീറ്ററുകൾക്ക് പുറത്താണ്. ഇവിടെ നിന്ന് പടയെടുത്ത് അവിടെ വെന്നാണ് യുദ്ധം ചെയ്തത്. ഉഹദ് എവിടെയാണ്? ഉഹദ് മദീനയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഖന്തക്ക് എവിടെയാണ്? മദീനയുടെ കൃത്യം അതിർത്തിയിൽ 4 കിലോമീറ്റർ കിടങ്ങ് കുഴിച്ചാണ് അവിടെ നിന്ന് വന്ന 10,000-ന്റെ പടയെ മുഹമ്മദ് മുസ്തഫ പ്രതിരോധിച്ചത്. മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരത്തിലേക്ക് സൈന്യവുമായി മദീനയുടെ 3 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ചെയ്ത യുദ്ധത്തിന് പോലും ഉത്തരവാദിത്വം പറയേണ്ടത് യുദ്ധക്കൊതിയുടെ പേരിൽ മുഹമ്മദ് നബിയാണ് പോൽ. ഒറ്റ ലോജിക്ക് മതിയല്ലോ. ഇങ്ങോട്ട് വന്ന് നാട് വിട്ടോടിപ്പോയി അഭയം തേടിയ നാട്ടിൽ പോലും ജീവിക്കാൻ അനുവദിക്കാതെ ആക്രമിച്ച ഒരു ജനതയാണ് മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക സമൂഹം ഒരു സമൂഹത്തിൽ അനുവർത്തിക്കേണ്ടുന്ന നയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏത് കൊള്ളരുതായികളുടെ നേരെയും ഏതരുതായികളുടെ നേരെയും കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നൊന്നുമല്ല ഈ പറയുന്നതിനർത്ഥം. അങ്ങനെയൊന്നും ചെയ്യാൻ ഇസ്ലാം ഒരു കാലത്തും പഠിപ്പിച്ചിട്ടില്ല. അരുതായികളെ ശക്തി കൊണ്ട് പ്രതിരോധിക്കാനാവുന്നിടത്തോളം അങ്ങോട്ട് ആക്രമിക്കരുതെന്ന് പറയുന്നതിനർത്ഥം ഇങ്ങോട്ട് വരുന്നവൻ്റെ നേരെ കയ്യും കെട്ടി നിന്ന് കൊടുക്കണമെന്നൊന്നുമല്ല. ശക്തി കൊണ്ടതിനെ പ്രതിരോധിച്ച് പ്രതിരോധം തീർക്കാനാവുമെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ശക്തി കൊണ്ട് പ്രതിരോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശക്തി കൊണ്ട് പ്രതിരോധിക്കാനാവാത്തടത്ത് നാവ് കൊണ്ട് ശബ്ദമുയർത്തി പ്രതിരോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും നമ്മുടെ നാവ് അതിനെതിരിൽ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുക. ഈ നാവ് കൊണ്ടുള്ള പ്രതിരോധത്തിൻ്റെ സാധ്യത നിലനിൽക്കുമ്പോൾ നാവ് കൊണ്ട് നാം പ്രതിരോധിക്കാതിരിക്കുന്നത് അത് സംയമനമായോ സഹിഷ്ണുതയായോ വായിക്കാനാവില്ല, ഒരിക്കലും കഴിയില്ല. ശക്തി ഉപയോഗിച്ചാൽ അത് സാധ്യമല്ലാത്തിടത്ത് ശക്തി ഉപയോഗിക്കേണ്ടതില്ല. അക്രമിയെ ശക്തി ഉപയോഗിച്ച് അക്രമത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അവനെ അങ്ങോട്ട് അതിക്രമിക്കാൻ അതിരുവിട്ട് ആക്രമിക്കാൻ പാടില്ല. അവൻ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഫഅ്തദു അലൈഹി ബിമിസ്ലി മഅ്തദാ അലൈക്കും, അവരെത്രമാത്രം നിങ്ങളോട് അതിക്രമിച്ചോ അത്രയും മാത്രമെന്ന് പരിശുദ്ധ ഖുർആൻ അതിന് അതിരുവെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പാടില്ല. ശക്തി ഉണ്ടെങ്കിൽ പോലും എന്ന വളരെ കൃത്യമായ ഒരു നിലപാട് പഠിപ്പിച്ച അതേ ഇസ്ലാം അതുപോലെ തന്നെയാണ് പ്രതിരോധത്തിന് നാവുയർത്തേണ്ടിടത്ത് നാവുയർത്തുന്നത് വാളുയർത്തുന്നതിന് തുല്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെയൊക്കെ നമ്മളിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം. അതാണ്. അത് ഇന്ന് ഇന്ത്യയിൽ സാധിക്കില്ലെന്ന് ആര് പറഞ്ഞാലും അത് തെറ്റാണ്. ഇന്ന് സാധിക്കും, നാളെ അത് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. സാധിക്കുന്ന ആ പ്രതിരോധം നാം ഇവിടെ തീർക്കേണ്ടതുണ്ട്. അതും സാധ്യമാകാതെ വരുമ്പോൾ മാത്രം അതിനോട് മനസ്സാ വെറുക്കുക എന്നാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടത്. അപ്പോഴും മനസ്സാ അതിനോട് താതാത്മ്യപ്പെടുക, അതിൻ്റെ ഭാഗം ചേരുക എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് അതിൻ്റെ താഴത്തെ പടിയിൽ അപ്പോൾ തുടങ്ങുന്നത്. കുഴപ്പമില്ല, രാമക്ഷേത്രം സന്തോഷത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നത് രാമക്ഷേത്രം സന്തോഷത്തിൻ്റെ ക്ഷേത്രമാണ്, രാമക്ഷേത്രം ഭക്തരുടെ വികാരമാണ് എന്നൊക്കെ അങ്ങ് പറയാം. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രതിരോധം. ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ പ്രതിരോധം. തിന്മയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്? തിന്മയെ പ്രതിരോധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നന്മയും തിന്മയും തുല്യമല്ല. നിങ്ങളുടെ നന്മയുടെ പ്രതിരോധം അന്തിമ വിജയം കാണും, ഫലം കാണും. തിന്മയുടെ പ്രതിരോധം, തിന്മയുടെ ആക്രമണങ്ങൾ പിന്നെ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സ്വേച്ഛാധിപതികളുടെ ശ്മശാന ഭൂമിയാണ് നാം ജീവിക്കുന്ന ഈ ഭൂതലമെന്ന് ഓർക്കുക. ഒരൊറ്റ സ്വേച്ഛാധിപതിയും ഈ ലോകത്ത് അവൻ്റെ കിരാതമായ മർദ്ദന മുറകൾ കൊണ്ട്, അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ലോകത്ത് അവൻ ലക്ഷ്യം വെച്ച ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും ചിരസ്ഥായിയായി ചിരഞ്ജീവിയായി ലോകത്ത് വാഴാനും സാധിച്ചിട്ടില്ല എന്ന് ഓരോ സ്വേച്ഛാധിപതികളുടെയും കഥകൾ നമ്മോട് പറയുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് തന്നെയാണ്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. പ്രമാണവാക്യം അതാണ്. നന്മയും തിന്മയും ഒരിക്കലും തുല്യമാകൂല. നന്മയാണ്. നന്മയുടെ സ്വാധീനം വളരെ വലുതാണ്, ദൂരവ്യാപകമാണ്.
തിന്മയാണ്. തിന്മയുടെ സ്വാധീനം താൽക്കാലികം മാത്രമാണ്. അത് അമ്പേ പരാജയപ്പെടാനുള്ളതാണ്. പറയുമ്പോൾ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ, ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന ഈ ലക്ഷ്യത്തിലേക്ക് എന്ന് ഞാൻ പറയില്ല, എന്ന് പറയപ്പെടുന്ന ഈ ലക്ഷ്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ച് രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ ചോരപ്പുഴ ഒഴുക്കിയ, അതിനുവേണ്ടി വല്ലാതെ അധ്വാനിച്ച ഒരു വ്യക്തിയുണ്ട്. പക്ഷേ ഇന്നത്തെ രാമക്ഷേത്ര ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരമില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ശിഷ്യന്മാർ ഭരിക്കുമ്പോൾ ഇതാണ് തിന്മ ഒരിക്കലും നന്മയ്ക്ക് തുല്യം വരില്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ സാക്ഷ്യമാണ്. പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ആദ്യം വേണ്ടെന്ന് പറഞ്ഞെന്നറിഞ്ഞ് അതിനുശേഷം ആരോ പറഞ്ഞിട്ട് വിളിച്ചത്രേ, പോകാനൊട്ട് പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു, എന്തോ അറിയില്ല. ഏതായാലും ഇത്രമേൽ അപമാനം പള്ളി പൊളിച്ച ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടപെടൽ കൊണ്ട് നമുക്കതിനോട് പ്രതിരോധിക്കാൻ കഴിയില്ല എങ്കിൽ, ഇടപെടൽ കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ശക്തി തലയ്ക്ക് മുകളിലുണ്ടെന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ, ഒരു സമൂഹം അല്ലാഹു ഇടപെട്ട് മാറ്റണമെങ്കിൽ, ഒരു സമൂഹത്തെ മാറ്റണമെങ്കിൽ അവർ സ്വന്തം പരിവർത്തനത്തിന് വിധേയമാകണം. ഞാൻ പറഞ്ഞത് ബഹുസ്വരതയിൽ നാം ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പ്രവാചകൻ കാട്ടിത്തന്ന മാതൃകയിലൂടെയാ. പ്രവാചകന്റെ അടുക്കൽ ഈ മക്കക്കാർ മുഴുവൻ പഞ്ചപുച്ഛമടക്കി ശിരസ് നമിച്ച് നിൽക്കുന്ന സമയത്ത് ആ കടന്നു വന്ന വേദിയിൽ പോലും വേളയിൽ പോലും തൻ്റെ നേരെ വാളെടുത്ത് വീശിക്കൊണ്ട് തൻ്റെ പോരാട്ട വീര്യം കാണിച്ച തൻ്റെ ബദ്ധവൈരിയായിരുന്ന അബൂജഹലിൻ്റെ പുത്രനായ ഇക്രിമയുണ്ടല്ലോ, ഇന്ന് നാം പറയും റളിയല്ലാഹു അൻഹു എന്ന്, അല്ലേ? സഫ്വാൻ ഉണ്ടായിരുന്നു, ബിലാലിൻ്റെ ഉടമസ്ഥനായിരുന്ന ബിലാൽ എന്ന് പറയുന്ന ആ കറുത്ത വർഗക്കാരൻ. ആ മനുഷ്യനെ ഏറ്റവും ക്രൂരമായി ചരിത്രത്തിൽ പീഡിപ്പിച്ച കിരാതനായ ഉമയ്യത്തിൻ്റെ മകൻ സഫ്വാൻ ബിൻ ഉമയ്യത്ത് മരിച്ചുപോയിരുന്നു, അബൂജഹൽ മരിച്ചുപോയിരുന്നു. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും മക്കൾ ജീവിച്ചിരുന്നു മുഹമ്മദ് നബിയുടെ അനുയായിയാകാൻ. ഞാൻ ഓർക്കുകയാണ്, അവരെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ അന്ന് മുഹമ്മദ് നബിയുടെ അനുയായി ആയേനെ. ഇതാണ് നന്മയും തിന്മയും സൃഷ്ടിക്കുന്ന സ്വാധീനം. കാരണം എന്താ? അബൂ സുഫിയാൻ അപ്പോഴുണ്ട്, അബൂ സുഫിയാൻ വിശ്വസിച്ചല്ലോ. അപ്പോൾ അബൂജഹൽ ഉണ്ടെങ്കിൽ വിശ്വസിക്കുമായിരുന്നു എന്നല്ലേ വിചാരിക്കേണ്ടു. ആരും ഈ പ്രവാചകന്റെ അനുയായിയാകാതെ ബദ്ധവൈരി പോലും ഈ പ്രവാചകന്റെ അവസാനത്തിൽ സ്വന്തത്തിൽ ജീവിച്ചിരിക്കാൻ കഴിയാതിരുന്നവരുടെ മുഴുവൻ മക്കളും ഈ പ്രവാചകന്റെ അനുയായികളായി ജീവിച്ചിരുന്ന അബൂ സുഫിയാനും ഉഹദിൽ തൻ്റെ പിതൃവ്യന്റെ നെഞ്ചുകുത്തിപ്പിളർന്ന് കരളെടുത്ത് കടിച്ചു ചുമച്ചു തുപ്പി ചുടല നൃത്തമാടിയ ഹിന്ദ് എന്ന് പറയുന്ന ആ വനിതയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സ് ഇത്രമേൽ വേദനിച്ച ഒരു സന്ദർഭം വേറെയില്ല. അതിൻ്റെ ഘാതകൻ തൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്നേഹത്തോടു കൂടി പറയുമായിരുന്നു, താങ്കൾ എൻ്റെ മുമ്പിൽ വരുന്നത് അല്പമൊന്ന് കുറച്ചാൽ എൻ്റെ മനസ്സ് സമാധാനമായിരിക്കുമെന്ന് അദ്ദേഹത്തോട് പറയേണ്ടി വന്ന പ്രവാചകൻ. പക്ഷെ ഇവരെ മുഴുവൻ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഹിന്ദിനെ മുമ്പിൽ നിർത്തി, അബൂ സുഫിയാനെ മുമ്പിൽ നിർത്തി, ഇക്രിമയെ അബൂജഹലിൻ്റെ മകനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഉമയ്യത്തിൻ്റെ മകൻ സഫ്വാനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഇദ്ഹബൂ അൻതും തുലഖാ, പൊയ്ക്കോളൂ, നിങ്ങളെല്ലാം മോചിതരാണ്, പ്രതികാരം എന്നത് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ച മഹാപുരുഷനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് എന്താണ് നമ്മുടെ ഭരണകർത്താക്കൾ ഈ പ്രവാചകനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രവാചക വിരുദ്ധമായ ഒരാശയവും നാം പ്രചരിപ്പിക്കുന്നതിന് അറിഞ്ഞോ അറിയാതെയോ നാം കരുവായി പോകരുത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. കാരണം എന്താണ്? തിന്മ നിലനിൽക്കുകയില്ലെന്നതിൻ്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഹിറ്റ്ലറുടെ കഥകളൊക്കെ പറയേണ്ടതില്ലല്ലോ. ഹിറ്റ്ലർ എന്തെല്ലാം പ്രതീക്ഷിച്ചാണ് അവിടുത്തെ ഒരു വംശത്തെ മുഴുവൻ 60 ലക്ഷത്തെ ഗ്യാസ് ചേമ്പറിൽ ഇല്ലാതാക്കുമ്പോൾ തൻ്റെ നാസി സാമ്രാജ്യത്വം എത്ര കാലം നിലനിൽക്കുമെന്ന് ഹിറ്റ്ലർ മോഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹിറ്റ്ലർക്ക് ആ സാമ്രാജ്യത്വം നിലനിർത്താൻ സാധിച്ചില്ലെന്ന് നമുക്കറിയാം. മുസോളിനിയെ നടുറോട്ടിൽ ജനം തല്ലിക്കൊന്നത് നമുക്കറിയാം. തിരുനെറ്റിയിൽ വെടിയുണ്ട ഏൽപ്പിച്ചുകൊണ്ട് കാമുകിയും അതുപോലെ തന്നെ മക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഹിറ്റ്ലറെ അറിയാം. പ്രിയപ്പെട്ടവരെ, ആത്മാഹൂതിയേക്കാൾ ഭീകരമായ ഐസൊലേഷൻ, ഒറ്റപ്പെടലിന് വിധേയമായ രാമക്ഷേത്രത്തിന് രഥമുരുട്ടിയ ആളുകളെ 10-12 വർഷം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന മട്ടിൽ ആകാശത്തേക്ക് മലർന്നു കിടന്ന പ്രധാനമന്ത്രിമാരെ ഒക്കെ നമുക്കറിയാം. ചരിത്രം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട്
വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും തുല്യമല്ല. ഇതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ബഹുസ്വര സമൂഹത്തിൽ നാം കാഴ്ചവെക്കേണ്ടുന്ന ഏറ്റവും വലിയ നിലപാട്, നമ്മോട് തെറ്റ് ചെയ്യുന്നവരോടും നാം ഒരിക്കലും അതിരുവിട്ട തരത്തിലുള്ള പ്രകോപനങ്ങളോ തിന്മയെ തിന്മ കൊണ്ട് ചെറുക്കരുത്, തിന്മയെ നന്മ കൊണ്ട് മാത്രം ചെറുക്കുക. അങ്ങനെ ചെയ്താലോ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ വലാ തദ്ഫ, എന്താ പറയാ, ലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫ ബില്ലത്തി ഹിയ അഹ്സൻ. നല്ലതുകൊണ്ടുള്ള പ്രതിരോധം, നന്മ കൊണ്ടൊരു പ്രതിരോധം തീർക്കുക. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അപ്പോൾ ബദ്ധവൈരികൾ ഉറ്റമിത്രമാകുന്ന ഒരു രസതന്ത്രമോടെ പ്രവർത്തിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആൻ പറയാ, ബദ്ധവൈരിയെ ഉറ്റമിത്രമാക്കി തീർക്കാൻ പ്രകോപനങ്ങൾക്കോ തെറ്റായ പ്രതികരണങ്ങൾക്കോ കഴിയുകയില്ല. ശത്രുവിനെ മിത്രമാക്കുന്നതിനേക്കാൾ വലിയ ഒരു പ്രതിരോധം വേറെയില്ല. ശത്രുവിനെ വേണമെങ്കിൽ നമുക്ക് കൊല്ലാം, പക്ഷേ ശത്രുവിനെ മിത്രമാക്കുമ്പോൾ ഒരു ശത്രു നമ്മുടെ അനുയായിയായി മാറുകയാ എന്ന യാഥാർത്ഥ്യത്തെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ എന്തു പറയാൻ, അല്ലാഹു തആല പറയുന്നു, കഅന്നഹു വലിയ്യുൻ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം. അത് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. എല്ലാവർക്കും സാധ്യമല്ലത്, അത് സാധ്യമാകേണ്ടിയിരിക്കുന്നു. ബഹുമാന്യരെ, ഇവിടെ പറയപ്പെടുകയുണ്ടായി, നമ്മുടെ നാട്ടിലെ ജമിയത്തുൽ ഉലമായ ഹിന്ദടക്കം ബുൾഡോസർ രാജ്യം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ, ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്തു പോയ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അവരുടെ വീടകങ്ങൾ ഇങ്ങനെ ഉടച്ച് നിരത്തുമ്പോൾ, ബുൾഡോസർ കയറ്റി തകർക്കുമ്പോൾ, സുപ്രീം കോടതിയിൽ ജമിയത്തുൽ ഉലമായ ഹിന്ദ് ഫയൽ ചെയ്ത കേസിൽ നിർത്തിവെക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ്, അതിൻ്റെ വിധി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വൃന്ദ കാരാട്ട് എന്ന് പറയുന്ന സുപ്രീം CPMൻ്റെ അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അവിടെ കൊണ്ടുപോയി ആ പൊളിച്ചു നിരത്തൽ പരിപാടി അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ 100 കണക്കിന് ആളുകളെ നിയമ പോരാട്ടത്തിലൂടെ കഴുമരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ജമിയത്തുൽ ഉലമായ ഹിന്ദിനും അതുപോലെയുള്ള ദേശീയ തലത്തിൽ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നവർക്കും കഴിഞ്ഞു. ഞാൻ പറയുന്നത്, നമുക്ക് അതിനെ ആശ്രയിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുതെന്ന് നാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ കൊള്ളരുതായികളുടെയും പക്ഷം ചേരുക എന്നല്ല. അതുപോലെ തന്നെ നമ്മളുടെ പള്ളികൾ ഇടിച്ചു നിരത്താൻ വന്നാൽ ആവുന്ന വിധത്തിൽ അതിന് പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർക്കണ്ട എന്നൊന്നുമല്ല അതിനർത്ഥം. അതൊന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നൊന്നുമല്ല അതിനർത്ഥം. പക്ഷെ നമുക്ക് സാധ്യമാകാത്തൊരു സാധ്യത വന്നാൽ, ഇവിടെ തകർക്കാൻ വന്നവൻ്റെ അമ്പലം ഞാൻ പോയി തകർക്കാം, അതൊരിക്കലും ഇസ്ലാമിലില്ല. ഇവിടെ തകർക്കാൻ വന്നവൻ്റെ ചർച്ച് ഞാൻ പോയി തകർക്കും, അതൊരിക്കലും ഇസ്ലാമിലില്ല. നമ്മുടതിനെ പ്രതിരോധിക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത നിലപാടിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ മറ്റുള്ളവരുടെ പള്ളി പൊളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരള സംസ്ഥാനത്തോ ഇന്ത്യ രാജ്യത്തോ ഏതെങ്കിലും ഒരു ക്ഷേത്രം പൊളിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു സംഘടന ഞാൻ ജീവിച്ച ഇക്കാലം അത്രയും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ആക്രമിച്ച് കൊന്നുകളയണം, ഹിന്ദുക്കളെ ആക്രമിക്കണമെന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനയും ആഹ്വാനം ചെയ്തിട്ടില്ല. ഹിന്ദുവിനെ കൊല്ലണമെന്ന് അജണ്ടയാക്കിയ, അല്ലെങ്കിൽ ഹിന്ദുവിനെതിരിൽ കലാപം നടത്തണമെന്ന് അജണ്ട പറഞ്ഞ ഒരു മുസ്ലിം സംഘടനയും ഇന്ത്യ രാജ്യത്ത് ഇന്നോളം ഉണ്ടായിട്ടില്ല, ഒട്ടുണ്ടാവുകയുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അപകടം പിടിച്ചൊരു കാലത്തു കൂടി നാം കടന്നു പോകുമ്പോൾ, ഇവിടെ നമ്മുടെ ഉദയമംഗലം ജമാഅത്ത് ഇവിടെ കാഴ്ചവെക്കുന്ന ഒരു മാതൃകയുണ്ട്. ഒന്നാമതായി, ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ ശബ്ദത്തെ, നമ്മുടെ നിലപാടുകളെ, നമ്മുടെ സമീപനങ്ങളെ ആർക്കും സ്വീകാര്യമാം വിധം മാതൃകാപരമാക്കി തീർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അയൽപക്കത്ത് ജീവിക്കുന്ന സഹോദരന് ഇസ്ലാമിക സമീപനത്തിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് തിരിച്ചറിയാൻ അവസരം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അക്കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അയലത്ത് ജീവിക്കുന്നവന് നമ്മുടെ നന്മ കാട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് നമ്മോട് പറയുന്നത്. അതാണ് ബഹുസ്വരതയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ദൗത്യം. ഖുർആൻ നമ്മോട് വ്യക്തമാക്കുക, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. രാമക്ഷേത്രത്തിൽ
പൂജയ്ക്ക് പോകുന്നവർ, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഇന്ന് ദീപം തെളിയിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ വഅബ്ദുല്ലാഹിൽ നിന്ന് വ്യതിചലിച്ചവരാണെന്ന് പറയാൻ ഇവിടെ അവകാശമുണ്ട്. കാരണം മതേതരത്വത്തിന് അങ്ങനെ ഒരർത്ഥമില്ല. മതേതരത്വത്തിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസിയുടെ ആരാധനയിൽ പങ്കുചേരലാണ് എന്ന് ഈ ലോകത്താരും നമ്മോട് പറഞ്ഞിട്ടില്ല, നമ്മളോട്ട് അങ്ങനെ പഠിച്ചിട്ടുമില്ല, ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഉണ്ടോ? ഇസ്ലാമിക സമൂഹം മാത്രം പിന്നെ അങ്ങനെ ചെയ്യണമെന്ന് എവിടെയാ? നമ്മൾ എത്രയോ സംഗമങ്ങൾ, ഞാൻ പല ചർച്ചുകളിലും ചർച്ചുകളുടെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്, അതുപോലെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ട്, മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പോയിട്ടുണ്ട്. മുസ്ലിം പള്ളികളുടെ ഉദ്ഘാടനത്തിന് ഒരുപാട് അച്ഛന്മാർ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത്, ഒരുപാട് സ്വാമിമാർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അച്ഛൻ നമ്മുടെ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ട്, മുസ്ലിങ്ങൾ നിസ്കരിക്കുകയല്ലേ, അതുകൊണ്ട് മാറി നിൽക്കുക, നിസ്കരിച്ചിട്ട് വേണം മതസൗഹാർദ്ദം പ്രകടിപ്പിക്കാനെന്ന് അച്ഛൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. നമുക്ക് പരാതിയുമില്ല, അച്ഛനത് പറയപ്പെട്ടതല്ല. അച്ഛൻ ഒരിക്കലും പള്ളിയിൽ കയറി നമസ്കരിച്ചാലേ സൗഹാർദ്ദമാകൂ എന്ന് നമ്മളാരും കരുതിയിട്ടില്ല. സ്വാമി നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ നമസ്കാരം നിർവഹിച്ചാലേ സ്വാമിക്ക് സൗഹാർദ്ദമുണ്ടാവുമെന്ന് നമ്മൾ പറയില്ല. അങ്ങനെ ഈ രാജ്യത്താരും പറഞ്ഞിട്ടുമില്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മതസൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ ഹിന്ദുവിൻ്റെ ആരാധനയിൽ അവൻ പങ്കുചേരണമെന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രാമനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഇന്ത്യയുടെ പൗരത്വാവകാശമുള്ളൂ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം കാര്യത്തിൽ ഒരു മതേതരത്വവും മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റൊരു മതേതരത്വവും വെച്ച് പുലർത്തുന്നവരാണ്. കാരണം അവർ ഒരിക്കലും അവരുടെ മതേതരത്വം മുസ്ലിം പള്ളിയിൽ ആരാധിച്ചുകൊണ്ടല്ല പ്രകടിപ്പിക്കുന്നതെങ്കിൽ മുസ്ലിമീങ്ങൾ അവരുടെ മതേതരത്വം ഹിന്ദു ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് പ്രകടിപ്പിക്കണമെന്ന് അവർ പറയുന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ് എന്ന് നമുക്ക് കൃത്യമായും ലോകത്തോട് പറയാൻ നമുക്ക് കഴിയും. അള്ളാഹു പറയുന്നു, അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കരുത്. അക്കാര്യത്തിലുള്ള നിർബന്ധത്തിൽ നാം എല്ലാ അനുരഞ്ജനങ്ങൾക്കിടയിലും, എല്ലാ സ്നേഹമസൃണമായ സൗഹൃദ സമീപനങ്ങൾക്കും സഹവർത്തിത്വങ്ങൾക്കുമിടയിലും അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുകയില്ല എന്ന കാര്യത്തിൽ നാം ഉറച്ച നിലപാട് സ്വീകരിച്ചേ തീരൂ. ഇന്നിപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നു, എൻ്റെ രാമക്ഷേത്രം എന്താ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാമൻ എൻ്റെ അള്ളാഹ് തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ശുദ്ധ ഷിർക്കാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു മതസൗഹാർദ്ദവും സ്ഥാപിക്കേണ്ട യാതൊരു കാര്യമല്ല. രാമനും അള്ളയും ഒന്നാണെന്ന് പറഞ്ഞിട്ട് ആരെ സന്തോഷിപ്പിക്കാനാണ്? അത് സത്യത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ഭക്തന് സ്വീകാര്യമാകുന്ന ഒരു നയമാണോ? ഇത്തരത്തിലുള്ള സ്വന്തം മനസാക്ഷിയെ വിറ്റുകൊണ്ടുള്ള ആശയത്തിൻ്റെ അടിയറ വയ്പ് കൊണ്ടൊന്നും സമൂഹത്തിൽ ശരിയായ ധാരണകൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. അള്ളയെ മാത്രം ആരാധിക്കുക എന്നതിൽ ഇസ്ലാമിന് വലിയ ഊന്നലുണ്ട്. കാരണം എന്താ? ഏകനായ അള്ളാഹുവിലെങ്കിലും ഒന്നിച്ചില്ലെങ്കിൽ ദൈവം തന്നെ പലതായ ഒരു ജനതയെ എങ്ങനെ ഒന്നിപ്പിക്കും? ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോജിക്ക് അതാ. മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കണമെങ്കിൽ അവൻ്റെ ദൈവമെങ്കിലും ഒന്നൊന്നാകണ്ടേ? 1000 ദൈവങ്ങൾക്കിടയിൽ മനുഷ്യരെ നിങ്ങൾ ഒന്നാകൂ എന്നെങ്ങനെ പറയും? നിന്റെ ദൈവം പലതാ, പക്ഷെ നീ ഒന്നാകണം, പറയാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലോജിക്കാണത്. എന്തുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ മായം ചേർക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഏകനായ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു മായം ചേർത്താൽ പിന്നെ മാനവികതയെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധ്യം? ദൈവം തന്നെ പലതായിരിക്കുമ്പോൾ പിന്നെ മനുഷ്യൻ എന്തിനാ ഒന്നാണ്? അല്ല, കാര്യമുണ്ടോ? എന്നൊരു ന്യായമുണ്ടോ? ദൈവം പലതാണെങ്കിൽ മനുഷ്യൻ ഒന്നാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പലതാണെന്ന് പറഞ്ഞവർക്ക് മനുഷ്യൻ ഒന്നാകണമെന്ന് പറയാൻ കഴിയാത്തതും. അതവരുടെ തെറ്റായാലും ശരിയായാലും അവർക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല. ജാതിയെ അവർ സ്വീകരിക്കേണ്ടി വന്നത്, അംഗീകരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ദൈവം പലതാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനും ഒരു പക്ഷെ പഴുതുണ്ട്. പക്ഷേ ദൈവം ഒന്നാണെന്ന് പറയുന്നവർക്ക് മനുഷ്യൻ ഒന്നാണെന്ന് പറയുകയേ സാധ്യതയുള്ളൂ. അത് വിശുദ്ധ ഖുർആന്റെ സന്ദേശമാണ്. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനോടൊന്നും പങ്കു ചേർക്കരുത്. ഒബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഒബിദിൽ ഖുർബാ, ബന്ധുക്കളോടും ഉപകാരം ചെയ്യുക. വൽ യതാമ, അനാഥരോടും. വൽ മസാക്കീൻ, അഗതികളോടും. വൽ ജാരി, അയൽക്കാരോടും. ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയിൽ അള്ളാഹു അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞിടത്ത് വിശദീകരണമില്ല. അതുപോലെ തന്നെ ബന്ധുക്കളെന്ന് പറഞ്ഞിടത്തില്ല, അനാഥനെന്ന് പറഞ്ഞിടത്തില്ല, അഗതി എന്ന് പറഞ്ഞിടത്തില്ല. ആ പറഞ്ഞു പോക്കിനിടയിൽ അള്ളാഹു പറയുക, വൽ ജാരിദിൽ ഖുർബാ, ബന്ധുത്വമുള്ള അയൽക്കാരനോടും നീ ഉപകാരം ചെയ്യുക. വൽ ജാരിൽ ജുനുബി, അന്യനായ അയൽക്കാരനോടും. നോക്കൂ, എവിടെ എന്തിനാണ് അവിടെ മുറിച്ചത്? ബാക്കി ഒരിടത്തും അന്യനോടും ബന്ധുത്വമുള്ളവനോടൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇവിടെ പറയുകയാണ്, അയൽക്കാരൻ ബന്ധുത്വമുള്ളവനാണോ അന്യനാണോ എന്ന് നോക്കാത്തൊരു സമീപനം. അടുത്ത് നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക്
അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അല്ലേ? അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാൻ നമുക്ക് കക്ഷികളില്ലെങ്കിൽ അരൂപനായ ഈശ്വരനെ കാണാൻ കണ്ണുണ്ടാവുകയില്ല എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെയും വളരെ പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ടാണ് പറഞ്ഞത് അയൽക്കാരനോട് നന്നായി പെരുമാറണം. അവന് ബന്ധുത്വമുണ്ടോ എന്ന് നോക്കണ്ട, പലതരം ബന്ധങ്ങളുണ്ടോ ഒന്നും നോക്കണ്ട. വൽ ജാരിൽ ജുനൂബി, ഒരു ബന്ധുത്വമില്ലാത്ത അന്യനെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രയേ ഉള്ളൂ. ദിൽ ഖുർബ, ബന്ധുത്വമുള്ള എന്ന് പറഞ്ഞിട്ട് അൽ ജുനുബ്, അന്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ലാത്ത അയൽക്കാരൻ. മതകീയമായ ബന്ധമില്ല, ആദർശപരമായ ബന്ധമില്ല, കുടുംബ ബന്ധമില്ല, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ബന്ധങ്ങളൊന്നുമില്ലാത്തവനെയാണ് ജുനുബ് എന്ന് പറയുന്നത്. അവനോടും അള്ളാഹുവിനോട് ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞ അതേ പദത്തിൻ്റെ തുടർച്ചയിൽ അള്ളാഹുവിനോടും ബന്ധുക്കളോടും മാതാപിതാക്കളോടും നീ ഗുണം ചെയ്യണമെന്ന് പറഞ്ഞ അതേ തുടർച്ചയിൽ ഒരു ബന്ധവുമില്ലാത്ത നിന്റെ അയൽക്കാരനോട് ഉപകാരം ചെയ്യാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ബഹുസ്വരതാ സന്ദേശത്തെക്കാൾ മികച്ച ഒരു ബഹുസ്വരതാ സന്ദേശം നൽകാൻ വേറെ എവിടെയാണുള്ളത്? എന്നിട്ടും പറയുന്നു ഖുർആൻ തീവ്രവാദത്തെയാണ് ആഹ്വാനം ചെയ്യുന്നതെന്ന്. സത്യത്തിൽ എത്രമാത്രം വിഡ്ഢിത്തരമാണെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കും മടങ്ങേണ്ടതുണ്ട്. ഞാൻ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയും പോവും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പേരിലാണ് വർത്തമാനം പറയുന്നതെങ്കിലും അവർക്കില്ലാത്ത ഒന്ന് ദൈവം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ബഹുമാന്യനായ ഇന്ന് മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഉജ്ജ്വലരായ ബുദ്ധിജീവികളായ 3 ഹിന്ദുക്കളാണ് ഇന്നത്തെ രാമക്ഷേത്രോദ്ഘാടനത്തോടുള്ള വേദന പങ്കുവച്ചിരിക്കുന്നത്. ആർ രാജഗോപാൽ സാർ, അദ്ദേഹം എൻ്റെയും സുഹൃത്താണ്, കൽക്കട്ടയിലെ ടെലഗ്രാഫിൻ്റെ എഡിറ്റർ ഇൻ ലാർജാണ് ഇപ്പോൾ. അദ്ദേഹം എന്നെ ഒരു 2-3 ആഴ്ച മുമ്പ് വന്ന് ഒരു ചെറിയ ഇൻ്റർവ്യൂ ചെയ്തു പോയ വ്യക്തിത്വമാണ്. അദ്ദേഹം വലിയ ഉദാരനായ ഒരു ഹിന്ദുവാണ്. ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഞാനും ഒരു ഹിന്ദുവാണെന്നതിൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഈ വേദനയ്ക്കൊരു മരുന്ന് പുരട്ടാം എന്ന് അദ്ദേഹം വല്ലാതെ ചിന്തിക്കുന്ന ഒരാളല്ല, 1 ലക്ഷമല്ല, ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുള്ള ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സമീപനങ്ങൾ ഒരിക്കലും തെറ്റായി പോകരുത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾക്ക് രാമനുമില്ല, അതുപോലെ തന്നെ കൃഷ്ണനുമില്ല, ദൈവവുമില്ല എന്നുള്ളതാണ് സത്യം. ദൈവനിഷേധം ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ദൈവനിരാസത്തിൻ്റെ പ്രതിനിധികളാണ് രാമനെ പൊളിറ്റിക്കലാക്കുന്നത്. ഒരു രാഷ്ട്രീയ രാമൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതുവരെ നാം കേട്ട രാമൻ ആത്മീയതയുടെ പ്രതിനിധിയായ രാമനാണെങ്കിൽ, സർവവും ത്യജിച്ച രാമനാണെങ്കിൽ, എല്ലാം വെട്ടിപ്പിടിച്ച് അന്യൻ്റെ പൗരത്വം പോലും നൽകാൻ മനസ്സില്ലാത്ത, രാജ്യത്ത് ജനിച്ചു നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ജനങ്ങളുടെ പൗരത്വം നൽകാൻ പോലും മനസ്സില്ലാത്തവർ എങ്ങനെ രാമൻ്റെ അനുയായികളാകും? അപ്പോൾ തീർച്ചയായും നാം അറിയേണ്ടത്, ഇത് ദൈവത്തിൻ്റെ ആളുകൾ, ഹിന്ദു ദൈവത്തിൻ്റെ ആളുകൾ നമ്മുടെ ശത്രുക്കളാണെന്ന തെറ്റായ സങ്കല്പം നമ്മുടെ മനസ്സിൽ വരാനിടയുണ്ട്. തിരിച്ചറിയുക നാം, ഇവർ ദൈവത്തിൻ്റെ ആളുകളല്ല, ദൈവത്തിൻ്റെ 1-ാം നമ്പർ ശത്രുക്കളാണ്. ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനെന്നറിയുമോ? ഇവർ നവലിബറലിസത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിരീശ്വരവാദികളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. കേരളത്തിൽ ഇസ്ലാമിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരീശ്വരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾ വിമർശനങ്ങളല്ല. വിമർശനങ്ങൾ നമുക്കിഷ്ടമാണ്, സത്യമായും ഇഷ്ടമാണ്. ഇസ്ലാമിനെ എത്ര കണ്ട് വിമർശിക്കുന്നുവോ അത്രമേൽ ഇസ്ലാമിൻ്റെ സുന്ദരമുഖം വെളിപ്പെടുത്താൻ അവസരം കിട്ടും. അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്. എനിക്ക് അബ്ദുറഹ്മാൻ സാഹിബിനോടുള്ള അങ്ങേയറ്റത്തെ കടപ്പാടെന്ന് കൂടി ഞാൻ പറയുകയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്, ഞാൻ എൻ്റെ 82-83 വർഷം SSLC പൂർത്തിയാക്കിയതിന് ശേഷം മതപഠനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഏതാണ്ട് സമാനമായ കാലത്താണ്, അക്കാലത്ത് തന്നെ, ആ വർഷം തന്നെയാണെന്ന് തോന്നുന്നു, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നവോമണ്ഡലത്തിലെ ബുദ്ധിരാക്ഷസനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഒരു വലിയ ശരീഅത്ത് വിവാദമെന്ന് പേര് വിളിക്കപ്പെട്ട ഒരു വലിയ വിവാദം ഉയർത്തിവിട്ടത്. അദ്ദേഹം ഇസ്ലാമിൻ്റെ 3 കെട്ടിനെ ഒക്കെ വിമർശിച്ചു. 3 കെട്ടിനെയും മുത്തലാഖിനെയൊക്കെ വിമർശിച്ചു. മുത്തലാഖിനോട് എനിക്ക് വിമർശനമുണ്ട് കേട്ടോ. മുത്തലാഖ് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നതിനോട് എനിക്ക് വിമർശനമുള്ള ആളാണ്. ധാരാളം ദുരുപയോഗം നടക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ അദ്ദേഹം ശരീഅത്തിനെ ആക്രമിച്ചു. ശരീഅത്ത് വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ ദുരുപയോഗം സംഭവിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അക്കാലഘട്ടത്തിൽ സാക്ഷാൽ എത്തീസ്റ്റ് പബ്ലിക്കേഷൻ ഒരു വലിയ പുസ്തകം, എടമറുകിൻ്റെ ഖുർആനിക വിമർശനവും അതേ സമയത്ത് വന്നു. ഇവിടെ ഒരു വലിയ പ്രളയം തന്നെ, ഒരു ഭൂകമ്പം പോലെ ഇസ്ലാം വിമർശനത്തിൻ്റെ ഒരു വലിയ അഗ്നിപർവ്വതം കേരള സംസ്ഥാനത്ത് പൊട്ടിപ്പുറപ്പെട്ട ആ നാളുകളിൽ
വളരെ കൃത്യമായ നിലയിൽ. പക്ഷേ പ്രവാചകൻ സ്ത്രീലമ്പടനാണെന്നൊന്നും ഇടമറുക് പോലും പറഞ്ഞില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലും പറഞ്ഞില്ല. പ്രവാചകനെ മോശമായ വാക്കുകളിൽ നിന്ദിച്ചില്ല. ആശയതലത്തിലുള്ള വിയോജിപ്പുകളാണ് അധികവും അവർ പ്രകടിപ്പിച്ചത്. ഖുർആനെയും ഹദീസിനെയും ഒക്കെ അവർ അവരുടേതായ വീക്ഷണഗതിക്ക് അനുസരിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു ഇസ്ലാമിക സമൂഹം ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും നിസ്തുലമായ മാതൃക കാഴ്ചവെക്കാനും ചേന്ദമംഗളൂർക്കാരന് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ അഭിമാനമാണ്. അതിന് നേതൃത്വം നൽകിയ ആളാണ് അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് യുക്തിവാദികളും ഇസ്ലാമും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം എന്നെഴുതി. ഏതാണ്ട് 500ഓളം പേജുണ്ടത്. ഇത്രയും ഈടുറ്റ പുസ്തകം അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനങ്ങളുടെ, അന്നൊക്കെ മാധ്യമപ്രവർത്തനങ്ങൾക്ക് ഇത്ര തിരക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് സാധിച്ചത്. അദ്ദേഹം എഴുതിയ ആ പുസ്തകം ഞാൻ ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഓരോ ചോദ്യങ്ങൾക്കും അക്കമിട്ട് നൽകിയ സുന്ദരമായ മറുപടിയിലൂടെ പിന്നീട് ഒരു പുസ്തകം എഴുതാനോ ഒരു വിമർശനം നടത്താനോ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനോ ഇടമറുകിനോ പോലും കഴിയാത്ത വിധത്തിൽ അവരുടെ യുക്തിബോധത്തിൻ്റെ നട്ടെല്ലൊടിച്ചു കളഞ്ഞു ആ പുസ്തകം എന്നുള്ളതൊരു വലിയ സത്യം. ആ പുസ്തകം ഞാൻ വായിച്ചു. ആ പുസ്തകം വായിച്ചപ്പോഴാണ്, സത്യത്തിൽ അതിനു മുമ്പും വായിക്കാറുണ്ട്, ഇടമറുകിനെ, AT കോവൂരിനൊക്കെ വായിക്കാറുണ്ടായിരുന്നു. നമ്മളവരെ വായിക്കണം. വായിക്കുമ്പോഴാണ് അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഇങ്ങനെ ഈ ഉത്തരം ഈ പുസ്തകം വായിച്ചപ്പോൾ ചേന്ദമംഗലൂരിന് അങ്ങനെയും KC അബ്ദുള്ള മൗലവിക്ക് ഇന്നലകളിൽ ചെയ്ത ഒരു വലിയ സേവനമുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന പോലെ അബ്ദുറഹ്മാൻ സാഹിബിനും അത് സാധിച്ചു. അബ്ദുള്ള സാഹിബിനെ ഞാൻ വളരെ ആദരവോടെ ഓർക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ യുക്തിഭദ്രമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞത്, അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ആ പുസ്തകം ഒരു സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധർമ്മം, ദൗത്യം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അവിടെയുമുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ നിരീശ്വരവാദത്തിൻ്റെയും നവ ലിബറലിസത്തിൻ്റെയും നട്ടെല്ലൊടിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഇവരുയർത്തുന്ന ആയിഷ ബീവിയുടെ വിവാഹപ്രായമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഹദീസുകളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളായിക്കൊള്ളട്ടെ, ആ പുസ്തകം നേരെ ചൊവ്വിനൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഈ പുതിയ വിമർശനങ്ങളെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതിനപ്പുറത്ത് പുതിയതൊന്നുമില്ല. പഴയത് മാത്രം. ഇത്ര പഴകിയ സാധനം ഇങ്ങനെ ആവർത്തിക്കാൻ പുരോഗമനവാദികളാണെന്ന് പറയുന്നവർക്ക് എങ്ങനെ കഴിയുമെന്ന് ഓർത്ത് ഞാൻ മൂക്കത്ത് വിരൽ വയ്ക്കാറുണ്ട്. പുതിയ ഒരാരോപണം പറയണ്ടേ, എല്ലാം ആറു പഴഞ്ചൻ, എന്നിട്ട് വാദമോ പുരോഗമനവാദമെന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിരീശ്വരവാദവും നവ ലിബറലിസവും അതൊരു പ്രത്യേക വിഷയമായിട്ട് എടുത്താൽ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ധാരാളം വേണേൽ പറയാം. പക്ഷേ അതെങ്ങാനും പറയാൻ പോയാൽ എങ്ങും എത്തൂല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും അതിജീവിക്കാൻ, മനോഹരമായ ശൈലിയിൽ അതിജീവിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ ബൗദ്ധിക നിലവാരമുയർന്ന ഇസ്ലാമിൻ്റെ അടിത്തറകളെ അതിൻ്റെ അഗാധതയിൽ പഠിച്ചറിഞ്ഞ ആധുനിക വിദ്യാഭ്യാസവും വേണ്ടത്ര നേടിയെടുത്ത ഇസ്ലാമിക സമൂഹത്തിന് ആശയത്തെ പ്രതിരോധിക്കാൻ, നല്ല വഴിയിലൂടെ പ്രതിരോധിക്കാൻ ഒരു തടസ്സവുമില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് ആ ഗ്രന്ഥവും കൂടിയാണെന്ന് ഞാൻ അബ്ദുറഹ്മാൻ സാഹിബ് കൂടിയാണെന്ന് അഭിമാനത്തോടെ പറയുക. ഇന്ന് പലപ്പോഴും ഇസ്ലാമിക സമൂഹം ഉയർത്തുന്നത് നിരീശ്വരവാദികളാകട്ടെ. ആരാണ് നിരീശ്വരവാദികളെ? ഈശ്വരനുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിനെതിരിൽ ഇവിടുത്തെ ഇന്നത്തെ രാമക്ഷേത്രത്തിൻ്റെ വക്താക്കൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഇവിടുത്തെ മുഴുവൻ പ്രവാചക നിന്ദകന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ ഇന്നത്തെ രാമക്ഷേത്രത്തിന് വേണ്ടി ദീപം തെളിയിക്കുന്ന ആളുകളിൽ പലരുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നവരാ. എങ്ങനെ ദൈവമുണ്ടെന്ന് അതിശക്തമായി വാദിക്കുന്ന ആളുകൾക്കെതിരിൽ ദൈവമില്ലെന്ന് പറയുന്നവരെ രാമന്റെ ഭക്തർക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും? എന്താണ് അതിനർത്ഥം? ഇവർ ദൈവവിരുദ്ധരാണ്, ദൈവനിഷേധികളാണ്. അതുകൊണ്ട് ഫാസിസ്റ്റുകൾ ദൈവവിശ്വാസികളല്ല, ദൈവവിരുദ്ധരാണ്. നമുക്ക് നേരിടേണ്ടത് ദൈവത്തിൻ്റെ ശത്രുക്കളെയാണ്, ഒരുമിച്ചാണ്. അത് നവലിബറലിസ്റ്റുകളായാലും ശരി, ഫാസിസ്റ്റുകളായാലും ശരി, ആരായാലും നമുക്ക് തുല്യരാണ്. അവർക്ക് ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ ദൈവവിശ്വാസികൾ ഒന്നിക്കുമല്ലോ. ഇസ്രയേലിന് ദൈവമില്ല, യഹോവയെ നിരാകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മോസസിനെ നിരാകരിച്ചിരിക്കുന്നു. ബൈബിൾ സാക്ഷി പറയാൻ നേരമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ കൊടും ക്രൂരതയ്ക്ക് കാരണം ജൂതമതമല്ല, മറിച്ച് യഹോവയെ നിരാകരിച്ച ദൈവവിരുദ്ധന്മാരായ സയനിസ്റ്റുകളാണ്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ആളുകൾ ഇപ്പോഴും ഒരുപോലെയാണ്. ഫലസ്തീനിൽ അവിടുത്തെ ക്രൈസ്തവർ ഇന്നും ക്രിസ്തുമസ് പോലും ആഘോഷിക്കാൻ കൂട്ടാക്കിയില്ല ദൈവവിശ്വാസികളെങ്കിൽ. അവിടുത്തെ ജൂതന്മാർ നെതന്യാഹുവിനെതിരിലാണ് എങ്കിൽ സയണിസ്റ്റുകൾ ദൈവനിഷേധികളാണ്. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ദൈവവിരുദ്ധന്മാരാണ്. നവ ലിബറലിസ്റ്റുകൾ ദൈവവിരുദ്ധന്മാരാണ്. അപ്പൊ ദൈവത്തിൻ്റെ ആളുകളും ദൈവവിരുദ്ധന്മാരും തമ്മിലുള്ള ചേരിയാണ് ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ ആളുകളോടൊപ്പം കൈകോർക്കാം. എന്നിട്ട് ദൈവികമായ മഹിമകൾ, നന്മകൾ. എന്താ ഇവിടെ? നാണം വേണ്ട,
ദൈവത്തിൻ്റെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നന്ദി വേണ്ട, നന്ദി വേണ്ടാത്തതാണ്. വിനയം വേണ്ടാത്ത വികാരമാണ്. നന്ദി വേണ്ടാത്ത വികാരമാണ്. നാണം വേണ്ടാത്ത വികാരമാ. ഇങ്ങനെയൊക്കെ പറയുന്നവരെ ദൈവമുള്ളവർക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാകും? പ്രിയപ്പെട്ടവരെ, ഈ വളരെ മാരകമായ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടവരല്ല. ദൈവവിശ്വാസികൾ ഏകീകരിക്കപ്പെടണം. ദൈവവിശ്വാസികൾക്കിടയിൽ വിള്ളൽ വരാതിരിക്കാൻ ശ്രമിക്കണം. ദൈവനിഷേധികളിൽ തന്നെ മനുഷ്യത്വത്തെ മാനിക്കുന്ന ആളുകൾ ഇന്നും നമുക്കിടയിലുണ്ട്. ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടത്ര കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവരുടെ കാര്യം. പക്ഷേ അവരിലും വേണ്ട മനുഷ്യത്വം ചോർന്നു പോയിട്ടില്ലാത്തവർ അവരിലുമുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് ഒരുമിപ്പിക്കുക. അതേതെങ്കിലും ആശയത്തിൽ വിട്ടുവീഴ്ച ചെയ്തല്ല, ഏതെങ്കിലും ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തല്ല. സംസ്കാരത്തെ താങ്ങാനാവാത്ത, കൊള്ളരുതാത്ത ലിബറലിസ്റ്റ് LGBTQ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണിനെ പിടിക്കുന്ന, അതാണ് LGBT എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് ഓർക്കും. L എന്ന് പറഞ്ഞാൽ lesbian എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണിനെ പിടിക്കുക, അത്രേ ഉള്ളൂ. G എന്ന് പറഞ്ഞാൽ ഗേ എന്ന് പറഞ്ഞാൽ ആണിനെ പിടിക്കുക. പിന്നെ B എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ? ആണും പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. ആണുപിടുത്തം പെണ്ണുപിടുത്തം എന്നൊക്കെ ഇതിനർത്ഥമുള്ളൂ. എന്തോ വലിയ സംഭവമാണെന്ന് അവതരിപ്പിക്കുക. ഇതുപോലുള്ള സംഭവങ്ങളെ, ഇത്തരക്കാരായ ആളുകളെ എങ്ങനെയാണ് വിശ്വാസികൾക്ക്, ധർമ്മബോധമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? എല്ലാ വിഭാഗം മതവിശ്വാസികളെയും ഇതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്തിരിപ്പിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് വലിയൊരു ദൗത്യം നിർവഹിക്കാൻ ഇവിടെ ഉണ്ട്. അതിന് ഏറ്റവും മികച്ച ഒരു മാതൃക ഇവിടെ ഒരു മഹല്ല് പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുറത്തുള്ള ആളുകളെ നാം നമ്മുടെ നന്മ കാട്ടിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ നമ്മുടെ നന്മ നമ്മുടെ അകത്തുള്ള ആളുകൾക്ക് കാട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ പുറത്തുള്ളവർ നമുക്ക് നന്മയുണ്ടെന്ന് അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അകത്ത് നന്മ കാട്ടിക്കൊടുക്കാൻ കഴിയാതെ നമ്മളെല്ലാവരും ഏതാണ്ട് ഇപ്പോൾ പുറത്തുള്ളവരോട് നല്ലതാ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംഘടന പുറത്തുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്നില്ല. പക്ഷേ എന്നിട്ടും പുറത്തുള്ളവരാരും നമ്മളെ നല്ലവരായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? അവരകത്തോട്ട് നോക്കുമ്പോൾ അവർ കാണുന്നുണ്ട് ഇവർ അന്യോന്യം നല്ലവരല്ല, ഇവർ തമ്മിലടിക്കുക, ഇവർ അന്യോന്യം കൊല്ലുക, ഇവർ പള്ളി പൊളിക്കുക, ഇവർ മദ്രസ പിടിക്കുക, ഇവർ കണ്ടാൻ മിണ്ടില്ല. ഇമ്മട്ടിൽ ഇവരകത്ത് നല്ലവരല്ലെന്നവരറിയുമ്പോൾ പുറത്ത് കാണിക്കുന്നത് വെറും മുഖം മിനുക്കലും കാപട്യവുമാണെന്നവരറിയുകയാണ്. അതുകൊണ്ട് ഈ ബഹുസ്വര സമൂഹത്തിൽ പുറം സമൂഹത്തിന് നമ്മൾ നന്മ കാട്ടിക്കൊടുക്കണ്ട, താനേ അതൊരു കാണേണ്ടി വരും. എപ്പോൾ നാം നമ്മുടെ അകത്തുള്ളവർക്ക് നന്മ കാട്ടിക്കൊടുക്കുമ്പോൾ ആ ദൗത്യം ഈ മഹല്ല് മനോഹരമായി ഉയർത്തിപ്പിടിച്ചതുപോലെ നമ്മുടെ കേരളത്തിലെ എല്ലാ മഹല്ലുകൾക്കും സാധ്യമാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിലേക്ക് വലിയ ബഹുമാന്യരായ പണ്ഡിതന്മാർ, മലയാളക്കരയ്ക്ക് ഏറെ വലിയ സംഭാവനകൾ അർപ്പിച്ച KC അബ്ദുള്ള മൗലവിയെ പോലെ, അതുപോലെ തന്നെ സഹോദരന്മാരെ പോലെ, ഞാൻ അങ്ങനെ പറയട്ടെ, അവരെ പോലുള്ള ആളുകൾക്കൊക്കെ ജന്മം നൽകിയ വലിയ വലിയ ആളുകളുള്ള, അതോടൊപ്പം തന്നെ അവരെ ഞാനിന്നിപ്പോൾ ഓർക്കുകയാണ്, കടന്നു വന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആദർശവേരികൾ ഇവിടെ തന്നെ ഉള്ളതെന്നറിയാൻ കഴിഞ്ഞു. ആ ആദർശവേരികളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഓർത്തു. മതരാഷ്ട്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാവത്തിങ്ങളെ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടുണ്ടെന്ന് ശത്രുവിന് പോലും അഭിപ്രായമില്ല ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്, ആദർശത്തെക്കുറിച്ച്. ഇന്നുവരെ ഒരു കലാപം ഉണ്ടാക്കിയെന്ന്, ഒരു ഉറുമ്പിനെ കൊന്നു എന്നോ ഈ സംഘടനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ടും മതരാഷ്ട്രവാദികൾ ഭീകരരാണെന്ന് പറഞ്ഞവർ സാക്ഷാൽ മതരാഷ്ട്രം വന്ന് പ്രധാനമന്ത്രി മതരാഷ്ട്രത്തിന് നേതൃത്വം നൽകി മതം പറഞ്ഞതുപോലെ ദീക്ഷ അനുഷ്ഠിച്ച് ഒരു ക്ഷേത്രത്തിനൊരു പ്രധാനമന്ത്രി വളരെ കൃത്യമായി മതരാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് നേതൃത്വം നൽകുമ്പോൾ മതേതരമായ പാർലമെന്റ് പോലും ഇടിച്ച് തകർത്തുകൊണ്ട്, നിങ്ങൾ കണ്ടോളൂ, വളരെ വൈകാതെ സവർക്കർ പറഞ്ഞതുപോലെ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ഹിന്ദു യജമാനനാകുമ്പോൾ മാത്രമാണെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത് പോലെ ഹിന്ദുവിനെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിലും യജമാനവൽക്കരിക്കാനുള്ള അജണ്ടയുമായി മതരാഷ്ട്രവാദം, ഭീകരമായ മതരാഷ്ട്രവാദം പച്ചയ്ക്ക് കൺമുമ്പിൽ കാളസർപ്പം പോലെ ഫണം വിടർത്തിയാടുമ്പോൾ അതൊരു മതരാഷ്ട്രമാണെന്ന് പറയാൻ പോലും ആംബിയറില്ലാതെ മൂലയ്ക്കൊളിക്കുന്ന മതരാഷ്ട്ര വിരുദ്ധന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ തൊലി ഉരിഞ്ഞു പോവുകയാണ്. അവരും ഇവിടെയാണ് എന്ന് ഞാൻ അറിയുകയാണ്. ഏതായാലും ശരി, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു മതരാഷ്ട്രത്തിനെതിരിൽ ആരെ വാക്ക് പറയാൻ സത്യത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന അപകടകരമായ കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച മതരാഷ്ട്രം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു ഉറുമ്പിനെപ്പോലും കൊന്നിട്ടില്ലാത്തവർക്കെതിൽ മതരാഷ്ട്രാരോപണം ഉന്നയിച്ച് ജീവിതത്തിൻ്റെ സന്ധിയിലേക്ക് മടങ്ങിപ്പോയവരെ നിങ്ങൾക്ക് നാവ് പൊങ്ങുന്നില്ലല്ലോ എന്ന് നാണത്തോടുകൂടി നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്. നാട്ടുകാരായ നിങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ മാനസികമായ ധർമ്മം എന്നുള്ള നിലയിൽ എനിക്കിത് പറയാതിരിക്കാൻ തരമില്ലാത്തതുകൊണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ നല്ലൊരു സംഗമത്തിലേക്ക്
നല്ലൊരു മാതൃകാ മഹലിലേക്ക് ഒരുപാട് ബുദ്ധിജീവികൾക്ക് ജന്മം നൽകിയ സഹകരണത്തിൻ്റെ വ്യത്യസ്തമായ മാതൃക തീർത്ത ഈ മനോഹരമായ ഒരു തുരുത്തിലേക്ക് എത്തിച്ചേരാൻ അവസരം നൽകിയതിൻ്റെ സംഘാടകരെ അനുമോദിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.